കണ്ണൂർ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിൽ അതിനൂതന സംവിധാനങ്ങളുമായി സർജിക്കൽ റെറ്റിന വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം രജിഷ വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ നേത്രപരിചരണ ശൃംഖലയായ കണ്ണൂർ കണ്ണോത്തുഞ്ചാൽ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിൽ അതിനൂതന സംവിധാനങ്ങളുമായി സർജിക്കൽ റെറ്റിന വിഭാഗം പ്രവർത്തനം തുടങ്ങി. പ്രശസ്ത സിനിമാ താരം രജിഷ വിജയൻ ഉദ്ഘാടനം ചെയ്തു. അഹല്യമായിട്ട് ഇതിനു മുന്നേയും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനു മുന്നേയും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഞാൻ ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. 23 ഹോസ്പിറ്റൽസോളം അഹല്യയ്ക്കുണ്ട്. അങ്ങനെ ഒരു ബാക്കപ്പ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സ് പുതിയതായി തുടങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ബാക്കപ്പ് എന്താണ് നമ്മൾ വിചാരിക്കുമല്ലോ, അത് പൈസയോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നുമല്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഹാപ്പിനെസ് ആണ്, ആൻഡ് ഇൻ ദിസ് കേസ് പേഷ്യൻറ്റ് ഹാപ്പിനെസ്. സോ പേഷ്യൻറ്റിന് കിട്ടുന്ന ഏറ്റവും ഗുണനിലവാരമായുള്ള ട്രീറ്റ്മെൻറ്റ്സ്, ഫെസിലിറ്റീസ്, ഒരു സ്ഥലത്ത് വന്ന ഒരു ഹോസ്പിറ്റലിന് കീഴേ തന്നെ ഒരു കണ്ണുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അസുഖങ്ങളെ നമുക്ക് ഒരുമിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഓപ്ഷൻസ്, ടു ഹാവ് എ സെറ്റ് ഓഫ് വണ്ടർഫുൾ ഡോക്ടേഴ്സ്. എല്ലാ റെറ്റിന രോഗങ്ങൾക്കുമുള്ള സമ്പൂർണ്ണ ശസ്ത്രക്രിയ വിഭാഗം, റെറ്റിന പരിശോധനാ സൗകര്യങ്ങൾ, എല്ലാ റെറ്റിന രോഗങ്ങൾക്കുമുള്ള ലേസർ ചികിത്സ, പ്രമേഹ നേത്ര രോഗങ്ങളുടെ പരിശോധനയും ചികിത്സയും, റെറ്റിന രോഗങ്ങൾക്ക് ഇഞ്ചക്ഷൻ ചികിത്സ, പൂർണ്ണ വളർച്ചയാകാത്ത കുഞ്ഞുങ്ങൾക്കുള്ള കാഴ്ച പരിശോധനയും ചികിത്സയും, കണ്ണിന്റെ ഞരമ്പുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണ സ്കാനിംഗ് സൗകര്യങ്ങൾ, കണ്ണിലെ ക്യാൻസറിന്റെ നിർണയവും ചികിത്സയും എന്നീ സേവനങ്ങളാണ് റെറ്റിന ഡിപ്പാർട്ട്മെന്റിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രമേഹ രോഗികൾക്കുൾപ്പെടെയുള്ള ചികിത്സാ രീതികളും അഹല്യയിൽ ലഭ്യമാണെന്നും റെറ്റിന പ്രശ്നമുള്ള രോഗികൾക്ക് ദൂരസ്ഥലങ്ങളിലേക്ക് ചികിത്സയ്ക്കായി പോകേണ്ടതില്ലെന്നും അഹല്യ ഐ ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് വിട്രിയോ റെറ്റിനൽ ആൻഡ് ഫാക്കോ സർജൻ പ്രമോദ് ഷെട്ടി പറഞ്ഞു. Retina is nothing but the nerves of the eyes, and as you all know, retina conditions are very rare, and whenever a patient comes with any retina condition, he may not get the same treatment in his own neighborhood or his city. So patient has to go very far all the way, and what we see in Kannur is whenever patients are having retina issues, they get referred to very far places, maybe Calicut, or maybe Palakkad, or maybe Coimbatore. So what we have done now is we have got all the facilities of surgical retina, including investigation, scans, diagnosis, treatment, even surgical treatment, just in the heart of Kannur, that is in Ahalya Eye Foundation Kannur. So what do we treat in retina? So patients basically who are having diabetes get a condition called diabetic retinopathy, and patient usually do not get to know the symptoms till the last stage. So we try to get the symptoms checked early and treat them early so that they get a early cure. And then there are thousands of retinal conditions for which we are having currently the treatment here, including injections, lasers and surgical treatment. രോഗികളുടെ സുരക്ഷിതമായ കാഴ്ചയ്ക്കായി നൂതന ഉപകരണങ്ങളുള്ള അത്യാധുനിക നേത്രപരിചരണ സാങ്കേതിക വിദ്യകളാണ് അഹല്യ ഐ ഹോസ്പിറ്റലിൽ ഒരുക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർന്ന നിലവാരമുള്ള നേത്രപരിചരണ സേവനവും അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ നൽകുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ സീനിയർ കൺസൾട്ടന്റ് കാറ്ററാക്ട് ആൻഡ് കോർണിയൽ സർജൻ ഡോക്ടർ കെ എം സീമ, സീനിയർ കൺസൾട്ടന്റ് കാറ്ററാക്ട് ആൻഡ് ഗ്ലോക്കോമ സർജൻ ഡോക്ടർ ധന്യ ചെറിയത്ത്, ഫാക്കോ സർജൻ ഡോക്ടർ അർച്ചന ഭട്ട്, നേത്രരോഗ ഡോക്ടർ ശ്വേത, കണ്ണൂർ സിറ്റി പോലീസ് അഡീഷണൽ സൂപ്രണ്ട് എം പി ചന്ദ്രൻ, കണ്ണൂർ കോർപ്പറേഷൻ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിഷാം തുടങ്ങിയവർ പങ്കെടുത്തു. ഞായറാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും അഹല്യ ഐ ഹോസ്പിറ്റലിന്റെ സേവനം ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.